ഇന്ത്യ ഒട്ടാകെ ഒരുപാട് ആരാധകരുള്ള നടിയാണ് നയൻതാര. നടി ധനുഷിനെതിരെ ഉന്നയിച്ച വിമർശനം, ഡോക്യുമെന്ററി റിലീസ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടൊക്കെ തമിഴകത്തിപ്പോൾ സജീവ ചർച്ചയായി മാറുക കൂടിയാണ് നയൻതാര. നയൻതാര മാത്രമല്ല, ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവനും ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. താരത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നടക്കുകയാണ്. ധനുഷിനെതിരെ രംഗത്ത് വന്നതിന് പിന്നാലെ അതിന്റെ കാരണം വിശദമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം നയൻതാര ഒരു അഭിമുഖമൊക്കെ നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ നയൻതാരയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നയൻതാരയുടെ ബിസിനസ് പങ്കാളി കൂടിയായ ഡെയ്സി മോർഗൻ. ധനുഷുമായി താരദമ്പതികൾക്കുള്ള പ്രശ്നത്തെക്കുറിച്ചാണ് ഡെയ്സി സംസാരിക്കുന്നത്. സഹി കെട്ടപ്പോഴാണ് നയൻതാര ധനുഷിനെതിരെ പരസ്യമായി രംഗത്ത് വന്നതെന്നാണ് ഡെയ്സി പറയുന്നത്. അവൾ ഗ്ലിറ്റ്സ് എന്ന തമിഴ് വീഡിയോയിലാണ് ഡെയ്സിയുടെ പ്രതികരണം. 2 വർഷം ധനുഷിനോട് ഈ ഒരു റൈറ്റ്സിന് വേണ്ടി ചോദിച്ചു നോക്കി നയൻതാര. എന്നാൽ പക്ഷെ അത് ലഭിക്കാതായപ്പോൾ പേഴ്സണൽ ഫോണിലെടുത്ത ദൃശ്യങ്ങൾ നയൻതാരയുടെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കുകയായിരുന്നു. അതിനെതിരെയാണ് 10 കോടി നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ധനുഷ് കേസ് കൊടുത്തതെന്നാണ് ഡെയ്സി മോർഗൻ പറയുന്നത്. എന്തിനാണ് ധനുഷിന് നയൻതാരയോട് ഇത്ര വൈരാഗ്യമുള്ളതെന്ന് അറിയില്ല എന്നും ഡെയ്സി വെളിപ്പെടുത്തുന്നുണ്ട്. ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചത് ന്യായമല്ല എന്നാണ് ഡെയ്സി മോർഗൻ പറയുന്നത്. പ്രതിഫലമൊന്നും വാങ്ങാതെ ധനുഷിന് വേണ്ടി ഒരു ഗാനരംഗം നയൻതാര ചിത്രത്തിൽ ചെയ്തിട്ടുണ്ട്. ഇഷ്ടമില്ലാത്തവരെ ശ്രദ്ധിക്കേണ്ട, അവരെ ജീവിക്കാൻ അനുവദിക്കുന്ന ധനുഷ് വേദികളിൽ പറയാറുണ്ട്. അത് തന്നെയാണ് തങ്ങളും പറയുന്നതെന്നാണ് ഡെയ്സി മോർഗൻ പറയുന്നത്. നഷ്ടപരിഹാരമായി നയൻതാരയോട് ആവശ്യപ്പെട്ട 10 കോടി രൂപ നയൻതാരയ്ക്ക് ഒരു വിഷയമേ അല്ല. 2 ഷൂട്ട് കഴിഞ്ഞാൽ ലഭിക്കുന്ന ശമ്പളമാണതെന്നും ഡെയ്സി മോർഗൻ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, തന്നെ ബുള്ളിയിങ് ചെയ്യുവാൻ നോക്കിയപ്പോൾ നയൻതാര പ്രതികരിക്കുകയായിരുന്നു. അത് മാതൃകാപരമാണെന്നാണ് ഡെയ്സി മോർഗൻ പറയുന്നത്. മാത്രമല്ല, നയൻതാരയുടെ പിറന്നാൾ ദിനത്തിലായിരുന്നു വിവാദങ്ങൾക്കിടെ നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന നടിയുടെ വിവാഹ വീഡിയോ പുറത്തിറങ്ങുന്നത്. ജീവിതത്തിൽ ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാത്ത കാര്യങ്ങളൊക്കെ നയൻതാര ഡോക്യുമെന്ററിയിലൂടെ തുറന്നു പറയുന്നുണ്ടായിരുന്നു. തന്റെ ജീവിതത്തെക്കുറിച്ച് ഡോക്യുമെന്ററിയിൽ നയൻതാര തുറന്നു തന്നെ സംസാരിച്ചു. നയൻതാരയുടെ സിനിമാ ജീവിതവും സ്വകാര്യ ജീവിതവുമാണ് ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സംവിധായകൻ ഗൗതം മേനോനാണ് നെറ്റ്ഫ്ലിക്സിനായി ഡോക്യുമെന്ററി ഒരുക്കിയത്. വിഘ്നേഷ് ശിവനുമായിട്ടുള്ള വിവാഹത്തിന്റെ ഇതുവരെയും കാണാത്ത ദൃശ്യങ്ങളും ഡോക്യുമെന്ററിയിൽ ഉണ്ടായിരുന്നു. അതേസമയം നാനും റൌഡിദാൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് പ്രണയത്തിലായ നയൻതാരയും വിഘ്നേഷ് ശിവനും 2022 ജൂൺ 9 വിവാഹിതരാകുന്നത്. ഈ ചിത്രമാകട്ടെ ധനുഷായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത് വിഘ്നേഷ് ശിവനും. വിവാദങ്ങൾക്കിടയിലാണ് ഡോക്യുമെന്ററി എത്തിയതും. നയൻതാര നാനും റൌഡിദാൻ എന്ന സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ ധനുഷിനെതിരെ പരസ്യമായി രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. സിനിമയിലെ 3 സെക്കൻഡ് ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിൽ ധനുഷ് 10 കോടി രൂപയുടെ വക്കീൽ നോട്ടീസ് അയച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. കരിയറിലുണ്ടായ വീഴ്ചയും ഉയർച്ചയും സ്വകാര്യ ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ നടി ഒരു ഡോക്യുമെന്ററിയിലൂടെ പരാമർശിക്കുന്നുണ്ട്. അതേസമയം നിങ്ങളുടെ പിറന്നാൾ ദിനത്തിന്റെ തലേന്ന് ലീഗൽ നോട്ടീസ് നിങ്ങളുടെ പേരിൽ അയച്ചാൽ എന്താണ് തോന്നുകയെന്നാണ് ഡെയ്സി തന്റെ സുഹൃത്തായ നയൻതാരയെ പിന്തുണച്ചുകൊണ്ട് ചോദിക്കുന്നത്. മനഃപൂർവ്വമാണല്ലോ അങ്ങനെ ചെയ്യുക, താഴെ വീഴാനും വേദനിപ്പിക്കുവാനും വേണ്ടി ചെയ്തതാണ് അതെന്നാണ് ധനുഷിനെ പറ്റി ഓർത്തുകൊണ്ട് ഡെയ്സി പറയുന്നത്. എന്നാൽ പക്ഷെ അതിലൂടെ ഒന്നും സംഭവിക്കുവാൻ പോകുന്നില്ല എന്നും ഡെയ്സി മോർഗൻ തുറന്നടിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഗോസിപ്പ് കോളങ്ങളിൽ സ്ഥിരം ചർച്ചാ വിഷയം തന്നെയായിരുന്നു നടി നയൻതാരയുടെ സ്വകാര്യ ജീവിതം. ചിമ്പു, പ്രഭുദേവ എന്നിവരുമായിട്ടുള്ള നയൻതാരയുടെ പ്രണയം വലിയ തോതിലാണ് ചർച്ചയായി മാറിയത്. പ്രഭുദേവയുമായി നയൻതാരയ്ക്കുണ്ടായിരുന്ന ബന്ധമുണ്ടാക്കിയ വിവാദങ്ങളൊന്നും ചെറുതായിരുന്നില്ല. ഈ ഒരു ബന്ധം അവസാനിപ്പിക്കുമ്പോൾ നയൻതാരയുടെ മനസ്സ് തകർന്നിരുന്നു. പലതരത്തിലുള്ള കഥകളാണ് അന്ന് നയൻതാര പ്രഭുദേവ ബന്ധം തകരുവാൻ കാരണമായി സിനിമാ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടത്. വിജയ് നയൻതാര ചിത്രം വില്ലിന്റെ സംവിധായകനായിരുന്നു പ്രഭുദേവ. ഷൂട്ടിങ്ങിനിടെയാണ് അദ്ദേഹം നയൻതാരയുമായി അടുക്കുന്നത്. പ്രഭുദേവ എന്ന മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായിരുന്നു. ഈ ഒരു ബന്ധത്തിൽ മക്കളും ഉണ്ടായിരുന്നു. എന്നാൽ നയൻതാര ഇതൊന്നും തന്നെ കാര്യമാക്കിയില്ല. പ്രഭുദേവിക്കൊപ്പം ജീവിക്കുവാൻ നടി തീരുമാനിക്കുകയായിരുന്നു. പ്രഭുദേവിയുടെ മൂത്ത മകൻ ക്യാൻസർ ബാധിച്ച സമയമായിരുന്നു അത്. ഏറെ വിഷമം നേരിടുന്ന ഘട്ടത്തിലാണ് പ്രഭുദേവ നയൻതാരയുമായി എടുക്കുന്നത്. പ്രഭുദേവിയുടെ പേരെടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും ഡോക്യുമെന്ററിയിലെ പ്രധാന ഭാഗങ്ങളിലാണ് പ്രഭുദേവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. നയൻതാരയുടെ ജീവിതം മാറിമറിയുന്നത് പ്രഭുദേവിയുമായുള്ള ബന്ധം തകരുമ്പോഴാണ്. പ്രഭുദേവിക്കൊപ്പം ജീവിക്കുവാൻ വേണ്ടി മതം പോലും മാറിയിരുന്നു നയൻതാര. കരിയർ വിടാനും തീരുമാനിച്ചു. ആദ്യ ഭാര്യ റംലത്തുമായുള്ള വിവാഹബന്ധം നിലനിൽക്കവെയാണ് പ്രഭുദേവ നയൻതാരയുമായി എടുക്കുന്നത്. അന്ന് ഇരുവർക്കുമെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നു വന്നത്. വലിയ വിവാദങ്ങൾ വന്നപ്പോഴും ഈ ഒരു ബന്ധത്തിൽ നയൻതാര ഉറച്ചു നിന്നു. എന്നാൽ പക്ഷെ ഒരു ഘട്ടത്തിൽ ഇരുവരും വേർപിരിയുകയായിരുന്നു. വലിയ തെറ്റാണ് പ്രഭുദേവയുമായുള്ള ബന്ധമെന്ന് പേരെടുത്ത് പറയാതെ നയൻതാര ഡോക്യുമെന്ററിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ജീവിതത്തിൽ പിഴവുകൾ പറ്റും, അതിൽ കുഴപ്പമൊന്നുമില്ല എന്നും നയൻതാര പറയുന്നുണ്ടായിരുന്നു. അതേസമയം നയൻതാരയുടെ കുടുംബജീവിതത്തെക്കുറിച്ചും ഡെയ്സി മോർഗൻ സംസാരിക്കുന്നുണ്ട്. അവരുടെ മക്കൾ അച്ഛനോടും അമ്മയോടും വളരെ അറ്റാച്ച്മെന്റ് ഉള്ളവരാണ്. ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോൾ ഓരോ നിമിഷവും കുട്ടികൾക്കൊപ്പമാണ് നയൻതാര ചെലവഴിക്കാറുള്ളത്. അവരോടൊപ്പം നയൻതാര കളിക്കും. കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ പിടിച്ചിരുത്തി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. മക്കൾ കരഞ്ഞാൽ നയൻതാരയുടെ ഹൃദയം വേദനിക്കും. അതുപോലെ തന്നെയാണ് വിക്കിയോടുമെന്നാണ് ഡെയ്സി മോർഗൻ പറയുന്നത്. തനിക്ക് 20 വയസ്സുള്ള ഒരു മകളുണ്ട്. എന്നാൽ പക്ഷേ നയൻതാര തന്റെ ചെറിയ മക്കളെ നോക്കുന്നത് കണ്ട് താൻ മകളെ നോക്കുന്നതിൽ തെറ്റുപറ്റിയോ എന്ന് പോലും തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും ഡെയ്സി മോർഗൻ പറയുന്നു. അതേസമയം നയൻതാര ഒരു മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആളാണ്.
സെലിബ്രിറ്റി ആയതിനാൽ തന്നെ നയൻതാരയെ എല്ലാവരും പാമ്പർ ചെയ്യുകയായിരിക്കുമെന്നാണ് താൻ കരുതിയത്. എന്നാൽ പക്ഷെ അങ്ങനെയല്ല, അവർ തന്നെ എല്ലാം ചെയ്യും. ചിലപ്പോൾ വീട്ടിൽ ഭക്ഷണം വിളമ്പുന്നത് പോലും നയൻതാരയാണ്. മക്കൾക്ക് ഭക്ഷണം വാരി കൊടുക്കും. അവരെ നോക്കുവാൻ ആയമാരുണ്ടെങ്കിലും കുട്ടികളുടെ കാര്യങ്ങളെല്ലാം തന്നെ നയൻതാരയാണ് ചെയ്യുന്നത്. ഷൂട്ടിങ്ങിന് പോകുമ്പോൾ മക്കളെയും കൊണ്ടുപോകുമെന്നും ഡെയ്സി മോർഗൻ പറയുന്നു. അതേസമയം കരിയറിലെ തിരക്കുകളിലാണ് നടി നയൻതാര. ഇന്ന് നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.